ഇരിക്കുമ്പോൾ ഛർദ്ദിക്കാൻ തോന്നും, നിൽക്കുമ്പോൾ കൈയും കാര്യം മറിക്കും. സത്യം പറയാലോ, എൻ്റെ അത്ര ഭംഗിയുള്ളൊരു പെണ്ണിനെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ അമ്മയാണ് സത്യം. ഓ, എന്നെ ഇങ്ങനെ നോക്കല. Will you marry me? ഇംഗ്ലീഷിൽ സ്വല്പം വീക്കല്ലേ? ഇങ്ങനെ വെറുതെ തമാശ പറഞ്ഞ് കളിക്കാനുള്ള അല്ലാട്ടോ കല്യാണം. ഞാൻ തരാം. 100 ജന്മങ്ങളിൽ ഞാൻ കണ്ട കൊതിച്ച സങ്കല്പത്തെ ഞാൻ ആവശ്യപ്പെട്ടു. ആ ഏകാന്ത താരകത്തേക്കാൾ സുന്ദരമായ എൻ്റെ സങ്കല്പത്തെ. നക്ഷത്രം എന്നോട് ആ സങ്കല്പത്തിൻ്റെ പേര് ചോദിച്ചു. ഞാൻ മന്ത്രിച്ചു, ശ്രീദേവി. തീർച്ചയായും ഞാൻ എന്നെ മായയ്ക്ക് തന്നേക്കാം. ഇഫ് യു ലവ് മീ, ഇഫ് യു ലൈക്ക് മീ. കൊണ്ടുവരാൻ പറ്റിയില്ലെന്ന് വെച്ചോ, അപ്പൊ മായ എനിക്ക് തന്നേക്കണം. ബിക്കോസ് ഐ ലവ് യു, ഐ ലൈക്ക് യു. അയ്യോ, കൺഫ്യൂഷൻ. അതെ, എനിക്ക് തോന്നുന്നത് നമ്മൾ തമ്മിൽ ഉടനെ പ്രേമത്തിലാവുന്ന. അതിനു മുമ്പ് 1-2 കാര്യങ്ങൾക്ക് എനിക്കൊരു ക്ലാരിറ്റി വരുത്താനുണ്ടായിരുന്നു. ഒന്ന്, സൗമ്യയുടെ കാര്യങ്ങളൊക്കെ സോണിയ പറഞ്ഞായിരുന്നു. ആ ചേച്ചി എന്റെ അമ്മച്ചിയുടെ അങ്ങനത്തെ ഒരു ബന്ധത്തിലുള്ളതാ. പക്ഷെ ഇന്നലെ കള്ളന്റെ പുറത്ത് പറഞ്ഞ പോലെയല്ല. ശരിക്കും താൻ വേണം, താൻ്റെ കൂടെ വേണം, താനില്ലാതെ പറ്റില്ല എന്നൊക്കെ ഒരു തോന്നല്. നമ്മൾ തമ്മിൽ കുറേ കാര്യങ്ങളിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷേ അതൊന്നും എനിക്ക് പ്രശ്നമല്ല. തന്റെ കൂട്ടുകാരന് ലൈൻ ഉണ്ടാ? പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ലെറ്റർ ആയിട്ട് വന്നതാൻ അവള് ഓടി. പിന്നെ ഈ വഴിക്കാരും വന്നിട്ടില്ല. ഭ്രാന്തുള്ളവരോട് കഴിയുക വലിയ ബുദ്ധിമുട്ടാണ്. ഭ്രാന്തിനെ ചികിത്സിക്കുന്നവരോട് കഴിയുക അതിലും വലിയ ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ട് താങ്ങാൻ പറ്റുമെങ്കിൽ ഞാൻ എൻ്റെ അമ്മച്ചിയെ ഇങ്ങോട്ട് അയക്കട്ടെ. എന്റെ പൊന്നോ, ചെക്കൻ കാണാൻ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ വെറുതെയാന്ന്. ഞാനും അങ്ങനെ പലതും പറയും. പിന്നെ എനിക്ക് ആരോട് ഇഷ്ടം തോന്നിയിട്ടില്ലെന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ ചുമ്മാ പറഞ്ഞതാ. ആദ്യമായി ആദം ഹവ്വയെ കണ്ടുമുട്ടിയപ്പോൾ തുടങ്ങിയ മർമർ, the murmur of love. അറിയില്ല.